ടൈറ്റാൻ എന്ന ബ്രാൻഡിന്റെ ലിമിറ്റഡ് എഡിഷൻ വാച്ച് കണ്ടിട്ടുണ്ടോ? പ്രീമിയം ലക്ഷറി വാച്ച് കണ്ടിട്ടുണ്ടോ? പകലിൽ നിന്ന് രാത്രിയിലേക്ക് സമയം മാറുമ്പോൾ അത് വാച്ചിലും മാറുന്നത് കണ്ടിട്ടുണ്ടോ? ഹായ് ഗായ്സ്, ദിസ് ഈസ് എഫ്നാം. യു ആർ വാച്ചിങ് ക്രോണോഗ്രാഫ്. വെൽക്കം ബാക്ക്. ടൈറ്റാൻ എന്ന വാച്ച് ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളിൽ പലരും ആ ഒരു ബ്രാൻഡിന്റെ വാച്ചുകൾ ഉപയോഗിച്ചിട്ടുള്ളവരായിരിക്കാം. പലപ്പോഴും ക്വാർട്സ് മൂവ്മെന്റ് വാച്ചസ് ആയിരിക്കാം നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് ബാറ്ററി പവേർഡ് ആയിട്ടുള്ള ടൈറ്റാന്റെ വാച്ചസ്. ഇന്ത്യയിലെ വാച്ച് സെല്ലിങ്ങിന്റെ 60% ഈ ഒരു ബ്രാൻഡാണ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലപ്പോഴും വാച്ച് സ്നേഹികൾ കണ്ണും പൂട്ടി മേടിക്കുന്ന ഒരു വാച്ച് ബ്രാൻഡാണ് ടൈറ്റാൻ എന്നുള്ളത്. അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഗുഡ് ക്വാളിറ്റി, ഗുഡ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ആഫ്റ്റർ സർവീസ്, ഇവയെല്ലാമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ടൈറ്റാൻ എന്ന ബ്രാൻഡിന്റെ ഒരു പ്രീമിയം ലക്ഷറി വാച്ച് ആണ്, അതായത് ഒരു ലിമിറ്റഡ് എഡിഷൻ വാച്ച്. യെസ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ വാച്ച്, ടൈറ്റാൻ സ്റ്റെല്ലർ കളക്ഷനിലുള്ള കെയ്ലോൺ മൾട്ടി ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് വാച്ച്. നമുക്ക് ഈ വാച്ച് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു ബോക്സിലാണ് നമുക്ക് ഈ ഒരു വാച്ച് വന്നിരിക്കുന്നത്. നമുക്കിത് തുറക്കാം. ഇങ്ങനൊരു പ്രീമിയം കേസിലാണ് ഈ ഒരു വാച്ച് നമുക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രീമിയം ബോക്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ബോക്സിന്റെ മുകളിലായിട്ട് തന്നെ ടൈറ്റാൻ സ്റ്റെല്ലർ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് തുറക്കാം. വാ, ടൈറ്റാൻ എന്ന ബ്രാൻഡിന്റെ ആ ഒരു പ്രീമിയം ഫീല് ഈ വാച്ചിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരു കുഷ്യൻഡ് ആയിട്ടുള്ള ഒരു വാച്ച് ബോക്സ് ആണ് നിങ്ങൾ കാണുന്നത്. ഈ ബോക്സിലാണെങ്കിൽ പ്രീമിയം സിൽവർ കളേർഡ് ഹിഞ്ചസ് കൊടുത്തിരിക്കുന്നത് കാണാം. അകത്തായിട്ട് ആ ഒരു വാച്ച് നമുക്ക് കാണാൻ കഴിയും. വാച്ചിന് സൈഡിലായിട്ട് ഒരു പ്രീമിയം പ്ലേറ്റ് റെഫറൻസ് നമുക്ക് കാണാൻ കഴിയും. അതിൽ കൊടുത്തിരിക്കുന്നത് ടൈറ്റാൻ സ്റ്റെല്ലർ. ഈ വാച്ച് ഗ്രേഡ് 5 ടൈറ്റാനിയത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിനു പുറമെ ഈ വാച്ചിൽ ഒരു ഇൻഹൗസ് മൂവ്മെന്റ് ഉണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മുൻപ് ഞാൻ പറഞ്ഞ പോലെ രാത്രിയിൽ നിന്ന് പകലാകുമ്പോൾ ഈ വാച്ചിൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനായി ഈ വാച്ചിൽ 0.3 mm സൺ മൂൺ ഡിസ്ക് കൊടുത്തിരിക്കുന്നതും നമുക്ക് കാണാമെന്നാണ് എൻഗ്രേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനു പുറമെ 3 കാറ്റലോഗ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിലൊന്ന് ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ആണ്. ഈ വാച്ചിന്റെ ഇന്റേണൽ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഏകദേശം 28,800 വൈബ്രേഷൻസ് ആണ് ഓരോ മണിക്കൂറും ഈ വാച്ചിലുള്ളത്. ഇതിനെല്ലാം പുറമെ 23 ജോൽസ് ആണ് ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലുള്ള ഈ വാച്ചിന്റെ ഇൻഫോർമേഷൻ ആണ് ഈ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവലിൽ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടൈറ്റാൻ എന്ന ബ്രാൻഡിന്റെ പ്രീമിയം ലെവലിലുള്ള വാച്ചുകളുടെ ഒരു കാറ്റലോഗും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ആസ്ട്ര, ലൂണ, അങ്ങനെയുള്ള വ്യത്യസ്ത കളക്ഷനിലുള്ള വാച്ചുകളും അതിന്റെ കീ ഹൈലൈറ്റ്സും ഈ ഒരു മാനുവലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മൂന്നാമതായി ഒരു വാറന്റി കാർഡാണ്. നിങ്ങൾ ഈ വാച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് വാറന്റി രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു കാർഡിൽ കൊടുത്തിരിക്കുന്നത്. അതിനായി നിങ്ങൾ ടൈറ്റാൻ എന്ന ബ്രാൻഡിന്റെ വെബ്സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഒരു OTP ലഭിക്കും. ആ ഒരു OTP യൂസ് ചെയ്ത് ഈ ഒരു വാറന്റി കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. അതിലൂടെ നിങ്ങൾക്ക് വാറന്റി രജിസ്റ്റർ ചെയ്യാൻ കഴിയും. യെസ്, ഫൈനലി ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ താരം. യെസ്, ഇതാണ് ടൈറ്റാന്റെ സ്റ്റെല്ലർ കളക്ഷനിലുള്ള കെയ്ലോൺ മൾട്ടി ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് വാച്ച്. ഈ ഒരു വാച്ച് നമ്മൾ പർച്ചേസ് ചെയ്തതിന്റെ കാരണം മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു പ്രീമിയം ഫീൽ ആണ് ഈ വാച്ചിന്. ഒരു പ്രീമിയം ഫീൽ കണ്ട് ഒരു വാച്ച് പർച്ചേസ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ? പ്രീമിയം ഫീൽ മാത്രമല്ല, ലക്ഷറി ബ്രാൻഡ്സിലുള്ള വാച്ചുകളുടെ സ്പെസിഫിക്കേഷനും ഈ വാച്ചിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വാച്ച് ഗ്രേഡ് 5 ടൈറ്റാനിയത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രേഡ് 5 ടൈറ്റാനിയത്തിൽ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഈ വാച്ചിന് കനം കുറവാണ്, അഥവാ ലൈറ്റ് വെയിറ്റ് ആണ്. യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. ഈ വാച്ചിന്റെ ഡയലിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഡയൽ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല തരത്തിലുള്ള ലേയേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു വൈഡ് ആംഗിൾ ലുക്സിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഫേസ് പോലെ നിങ്ങൾക്ക് ഇതിന്റെ ഡയൽ കാണാൻ കഴിയും. ഇതൊരു 42 mm ഓട്ടോമാറ്റിക് മൂവ്മെന്റ് വാച്ച് ആണ്. ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽസ് സഫയർ ക്രിസ്റ്റൽസ് ആണ്. ആ സഫയർ ക്രിസ്റ്റൽസിൽ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. നോർമലി വാച്ചസിൽ വാച്ചിന്റെ മുൻപിലുള്ള ഗ്ലാസിൽ മാത്രമാണ് സഫയർ ക്രിസ്റ്റൽസും ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും ബ്രാൻഡുകൾ കൊടുക്കാറുള്ളത്. എന്നാൽ ഈ വാച്ചിന്റെ കേസ് ബാക്ക് ട്രാൻസ്പാരന്റ് ആണ്. ട്രാൻസ്പാരന്റ് കേസ് ബാക്കിലും ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും സഫയർ ക്രിസ്റ്റൽസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഡയലിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞ ആ ഒരു ഹൈലൈറ്റിംഗ് പോർഷൻ എന്തെന്ന് വെച്ചാൽ സൺ മൂൺ ഡിസ്ക് ആണ്. കേവലം 3 mm മാത്രം തിക്നെസ് ഉള്ള ഒരു ഡിസ്ക് ഈ വാച്ചിന്റെ 9 എന്ന അക്കത്തിന്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ വാച്ചിന്റെ ക്രൗൺ തിരിക്കുമ്പോൾ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് വാച്ചിൽ ഈ ഡിസ്ക്
പകലിൽ നിന്ന് രാത്രിയിലേക്ക് ആവും. അതെങ്ങനെയാണെന്നല്ലേ? വാച്ചിന്റെ 9 എന്ന അക്കത്തിന്റെ അടുത്തായിട്ട് ഒരു സൺ മൂൺ ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്കില് 2 കളേഴ്സ് ആണ് ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് ചുവപ്പ് നിറവും താഴെയായിട്ട് ആഷ് കളറും. ചുവപ്പ് സൂചിക്കുന്നത് സൂര്യന്റെ ഉദയത്തെയാണ്. രാത്രി എന്ന് സൂചിപ്പിക്കുന്നതിനാണ് ആഷ് കളർ കൊടുത്തിരിക്കുന്നത്. വാച്ചിലെ ക്രൗൺ നമ്മൾ റിലീസ് ചെയ്തിട്ട് തിരിക്കുമ്പോൾ വാച്ചിന്റെ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഡിസ്കും റൊട്ടേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വാച്ചിന്റെ വലത് സൈഡിൽ, അതായത് 3 എന്ന അക്കത്തിന്റെ അടുത്തായിട്ട് ഒരു ഡേറ്റ് ഡിസ്കും ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റ് കറക്റ്റ് ചെയ്യുന്നതിനായി ഈ സ്ക്രൂ ഡൗൺ ക്രൗൺ നിങ്ങൾ റിലീസ് ചെയ്യുക. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഡേറ്റ് ഡിസ്കും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാം പുറമെ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡിലും ലുമിനിസെന്റ് കോട്ടഡ് ആണ്. അവർ മാർക്കേഴ്സ് ആയി യൂസ് ചെയ്തിരിക്കുന്ന സോളിഡ് ലൈൻസിലും നിങ്ങൾക്ക് ലുമിനിസെന്റ് കോട്ടഡ് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇരുട്ടിൽ നിങ്ങൾക്ക് വാച്ചിലെ സമയം വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഇതിനെല്ലാം പുറമെ 2 പുഷേഴ്സ് നിങ്ങൾക്ക് വാച്ചിൽ കാണാൻ കഴിയും. ബ്രേസ്ലെറ്റിലേക്ക് വരികയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ധരിക്കാവുന്ന തരത്തിൽ ബട്ടർഫ്ലൈ ക്ലാസ്പ് ആണ് ബ്രാൻഡ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് ധരിക്കാം. അവയിലും ടൈറ്റാന്റെ ബ്രാൻഡിങ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ്. 500 പീസസ് മാത്രമേ ലോകമെങ്ങും ഈ വാച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്റെ കയ്യിലുള്ളത് 320ാമത്തെ പീസാണ്. വാച്ചിന് പുറകിലേക്ക് വരുമ്പോൾ കേസ് ബാക്ക് ട്രാൻസ്പെറന്റ് ആയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിലൂടെ വാച്ചിനുള്ളിലെ മൂവ്മെന്റ് കാണാൻ കഴിയും. ഈ മൂവ്മെന്റിന് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ള ഓട്ടോമാറ്റിക് വാച്ചസ് എല്ലാം മറ്റു ബ്രാൻഡുകൾ പുറത്തിറക്കുമ്പോൾ അവർ ആദ്യം ഉണ്ടാക്കുന്നത് ഡിസൈൻ ആയിരിക്കും. എന്നിട്ട് അതിന്റെ ഉള്ളിലെ മൂവ്മെന്റ്സ് മറ്റൊരു കമ്പനിയിൽ നിന്ന് അവർ കടം മേടിക്കും. എന്നാൽ ഇവിടെ ടൈറ്റാൻ എന്ന ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻ ഹൗസ് മൂവ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഈ വാച്ചിന്റെ മൂവ്മെന്റ് അടക്കം ഇന്ത്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ കഴിയും. ഇത്രമാത്രമാണ് ആ ഒരു മൂവ്മെന്റ് ക്വാളിറ്റി ഉള്ളതെന്ന് ഈ ഒരു ട്രാൻസ്പാരൻസിയിലൂടെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. കേസ് ബാക്കിൽ നമുക്ക് 50 മീറ്റർ ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസി എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. 500 ലിമിറ്റഡ് പീസസിൽ നമ്മുടെ വാച്ച് എത്രാമത്തെയാണെന്ന് ഈ ഒരു വാച്ചിന്റെ കേസ് ബാക്കിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്നതും കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 320 എന്ന് ഇതിന്റെ കേസ് ബാക്കിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്നത് കാണാം. അതിനെല്ലാം പുറമെ സഫയർ ക്രിസ്റ്റൽസ് ആണ് ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്നും മൂവ്മെന്റ് നമ്പറും അതുപോലെ തന്നെ ഈ വാച്ചിന്റെ QR കോഡും കേസ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത് കാണാം. 24 മാസം, അതായത് 2 വർഷമാണ് ടൈറ്റാൻ എന്ന ബ്രാൻഡ് ഈ ഒരു വാച്ചിന്റെ മൂവ്മെന്റിനായി നിങ്ങൾക്ക് തരുന്ന വാറണ്ടി. നിങ്ങൾ ഈ വാച്ച് മേടിക്കുകയാണെങ്കിൽ ഇന്ത്യയിലുടനീളം സർവീസ് സെന്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സ്പെയർ പാർട്സ് ഈസിലി അവൈലബിൾ ആണ്. ഈ വാച്ചിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 13.60 ആണ്. അതുകൊണ്ട് തന്നെ വാച്ച് നമ്മൾ കയ്യിൽ ധരിക്കുമ്പോൾ വാച്ചിന്റെ കേസ് ഉയർന്നു നിൽക്കുന്നില്ല, കംഫർട്ടബിൾ ആയിട്ട് ധരിക്കാനും കഴിയും. ഇതൊരു ഓട്ടോമാറ്റിക് വാച്ച് ആയതുകൊണ്ട് തന്നെ ഈ വാച്ചിന്റെ പവർ റിസർവ് എത്രയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? 36 മണിക്കൂറാണ് ഈ വാച്ചിന്റെ പവർ റിസർവ്. ഈ ഒരു ടൈറ്റാൻ സ്റ്റെല്ലാർ കളക്ഷനിലുള്ള മൾട്ടി ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് വാച്ചിന്റെ വില എത്രയാണെന്ന് അറിയാവോ? ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 84,995 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ടൈറ്റാന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും തേർഡ് പാർട്ടി ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും നിങ്ങൾക്ക് ഈ വാച്ച് അവൈലബിൾ ആണ്. 84,995 രൂപ ഒരു വാച്ചിനോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ വാച്ചിലെ ഫീച്ചേഴ്സ് നിങ്ങൾ മറ്റൊരു ലക്ഷറി ബ്രാൻഡുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ വാച്ച് മുഴുവൻ ഗ്രേഡ് 5 ടൈറ്റാനിയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. വാച്ചിന്റെ 2 സൈഡിലെ ക്രിസ്റ്റൽസ് സഫയർ ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിരിക്കുന്നു. അവയിൽ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് കൊടുത്തിരിക്കുന്നു. ഇൻ ഹൗസ് മൂവ്മെന്റ് വെച്ചിട്ടുള്ള ഒരു മൂവ്മെന്റ് ഈ വാച്ചിൽ നൽകിയിരിക്കുന്നു. ബട്ടർഫ്ലൈ ക്ലാഷ്, സൺ മൂൺ ഡിസ്ക്, അങ്ങനെ അനേകം ഫീച്ചേഴ്സ് ഈ ഒരു വാച്ചിൽ ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. ഈ ഫീച്ചേഴ്സ് എല്ലാം ഒരു ലക്ഷറി ബ്രാൻഡായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ പ്രൈസിന് ഒരു വാച്ച് ലഭിക്കുകയില്ല. ഇതിനെല്ലാം പുറമെ ഇത് നമ്മുടെ ഇന്ത്യയുടെ ഇൻ ഹൗസ് മൂവ്മെന്റ് വാച്ചാണ്. അപ്പോ ടൈറ്റാൻ എന്ന ബ്രാൻഡിന്റെ സ്റ്റെല്ലാർ കളക്ഷനിലുള്ള മൾട്ടി ഫംഗ്ഷൻ വാച്ചിനെ കുറിച്ചുള്ള ഈ ഒരു അൺബോക്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ടൈറ്റാൻ എന്ന ബ്രാൻഡിന്റെ വാച്ചുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ ഒരു പ്രീമിയം ടൈറ്റാൻ വാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.